വിദ്യാർത്ഥികളെ, ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് 2025-2026 ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമാണ്. തന്നിരിക്കുന്ന ആശയപടം പ്രയോജനപ്പെടുത്തി മുഗൾ ഭരണകാലത്തെ കാർഷിക രംഗത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഹിൻസ് ഇതിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. കാർഷിക രംഗം, പ്രധാന കാർഷിക ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വേണം. കൃഷിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? കാർഷിക ഉപകരണങ്ങൾ. അപ്പം പ്രധാന കാർഷിക ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി തുടങ്ങിയവയായിരുന്നു എന്തെന്ന് പ്രധാന കാർഷിക ഇനങ്ങൾ. പിന്നെ നികുതി കൊടുത്തിരുന്ന, ടാക്സ് കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പം നികുതി കൊടുത്തിരുന്ന കാലത്തോളം വരെ നമ്മുടെ ഫാർമറിനെ ഭൂമിയിൽ നിന്നൊന്നും ഒഴിപ്പിച്ചിരുന്നില്ല. പിന്നെ പുതിയ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവ കൃഷിയിൽ ഉപയോഗിച്ചു അല്ലേ. നൂതന ഉപകരണങ്ങൾ അല്ലേ, പുതിയ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ, ടെക്നോളജി ഒക്കെ നമ്മുടെ കൃഷിയിൽ ഉപയോഗിച്ചു. പിന്നെ ജലസേചനത്തിന് വേണ്ടി ചക്രവും കനാലുകളും ഒക്കെ വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അപ്പോൾ അങ്ങനത്തൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മുഗൾ ഭരണകാലത്തെ നഗരങ്ങളുടെയും അവ ഉൾപ്പെടുന്ന ഇന്നത്തെ രാജ്യങ്ങളുടെയും പട്ടിക നിരീക്ഷിച്ച് ശരിയായ ക്രമം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ധാക്ക ബംഗ്ലാദേശാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാൻ. അപ്പോൾ 1 C, 2 A, 3 B ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇതാണ് ഉത്തരമായി എഴുതേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേലെ എ ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് വിജയനഗര രാജ്യം. വിജയനഗര ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീതിന്യായം, സൈനിക സംവിധാനം, ഇത് രണ്ടുമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. പിന്നെന്തൊക്കെയാണ്? പിന്നെ നീതി നിർവഹണത്തിനായി എന്ത് ചെയ്തു? വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. പിന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ ഗ്രാമ കോടതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഗ്രാമങ്ങളിലെ കോടതികളിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ അപ്പീലധികാരി രാജാവ് തന്നെയായിരുന്നു. പിന്നെ ഇനി സൈനിക സംവിധാനത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്നറിയപ്പെട്ടു. അടുത്ത എന്താണ്? അമരനായകന്മാർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. അമരനായകന്മാർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. രാജാക്കന്മാർ ഇവർക്കായി എന്ത് ചെയ്തു? ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകി. പിന്നെ അമരത്തിൻ്റെ ഭരണം അമരനായകന്മാർക്കായിരുന്നു. നീതിന്യായം, സൈനിക സംവിധാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും വേറെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ കാരണങ്ങൾ കൂടി അതിനകത്ത് എഴുതാം. അപ്പോൾ നീതിന്യായത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? നീതിന്യായത്തിൽ നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ കൈകാര്യം ചെയ്തിരുന്നു. ഈ സൈനിക സംവിധാനത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്നറിയപ്പെട്ടു. അമരനായകന്മാർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. പിന്നെ രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകി. ഇനി ബി ക്വസ്റ്റ്യൻ. ഭരണ സൗകര്യത്തിനു വേണ്ടി വിജയനഗര രാജ്യത്തെ വിവിധ തലങ്ങളായി വിഭജിച്ചിരുന്നു. നൽകിയിരിക്കുന്നവയിൽ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ഡലങ്ങൾ, നാടുകൾ, ഗ്രാമങ്ങൾ, സ്ഥലം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തന്നിരിക്കുകയാണ്. ഇതിലേതാണ്? മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ. ഓപ്ഷൻ എ ആണ്. മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ.
അല്ലെങ്കിൽ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം വലിയ പുരോഗതി കൈവരിച്ചു. സാംസ്കാരിക രംഗത്തുണ്ടായ പുരോഗതി തന്നിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തുവിദ്യയും സാഹിത്യവും രണ്ടിനെക്കുറിച്ചും എഴുതണം. അപ്പോൾ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ദ്രാവിഡ ശില്പ രീതിയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ വിജയനഗര ശില്പകലയുടെ പ്രത്യേകതയാണ്. പിന്നെ സാഹിത്യത്തിൽ വരുന്നത്, സാഹിത്യരംഗം ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി കൈവരിച്ചു. നിരവധി സാഹിത്യങ്ങളിൽ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. നിരവധി കൃതികളൊക്കെ എന്താണ് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം വാസ്തുവിദ്യയിൽ ദ്രാവിഡ ശില്പ രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വലിയ ക്ഷേത്ര കവാടങ്ങൾ വിജയനഗര ശില്പകലയുടെ പ്രത്യേകതയാണ് അല്ലേ. വലിയ ക്ഷേത്ര കവാടങ്ങൾ. സാഹിത്യരംഗം ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി കൈവരിച്ചു. പിന്നെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തു, വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇനി ബി ക്വസ്റ്റ്യൻ, വിജയനഗര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രമീകരിച്ച് ശരിയായത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തുളു വംശം കൃഷ്ണദേവരായർ, സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ, സാലുവ വംശം നരസിംഹ സാലുവ, പിന്നെ അരവിഡു വംശം തിരുമല. അപ്പം ഇങ്ങനെ ഈ ഓപ്ഷനിൽ വരുന്നത് ഏതാണെന്ന് നോക്കണം. 1 സി, 2 ഡി, 3 എ, 4 ബി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ച് നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ ആശയപ്രചരണം നടത്തിയ കവിയാണ്. കവി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കബീർ. രണ്ടാമത്തത് ഖവാലികൾ. ഖവാലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ്. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബസവണ്ണ. ലങ്കാർ എന്ന് പറഞ്ഞത് സാമൂഹിക അസമത്വങ്ങളെ ഇല്ലാതാക്കുന്നതിനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും പൊതുവായിട്ടുള്ള ഒരു അടുക്കളയാണ് ലങ്കാർ എന്ന് പറഞ്ഞിരുന്നത്. പൊതു അടുക്കള. അത് വിശദീകരിച്ച് എഴുതണം. എന്താണ്? നമ്മളുടെ സാമൂഹിക അസമത്വങ്ങളെ ഇല്ലാതാക്കുന്നതിനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ഒതുങ്ങുന്ന ഒരു പൊതു അടുക്കളയാണ് ലങ്കാർ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ശരിയായ പ്രസ്ഥാനം. മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇനി നെക്സ്റ്റ് 3 ബി നോക്കാം. ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സൂചനകൾ ശ്രദ്ധിക്കുക. ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിൽ സാമൂഹിക രംഗത്തുണ്ടായ പുരോഗതി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പുരോഗതികളാണ് ഉണ്ടായിരിക്കുന്നത്? മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. പിന്നെ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടു. അപ്പോൾ അത് എഴുതണം. എന്തൊക്കെയാണ്? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടു. മഹാഭാരതവും രാമായണവും അങ്ങനെയുള്ള മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തും. പിന്നെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവ രൂപീകരണം വന്നു. പിന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവ രൂപീകരണം വന്നു അല്ലെ. അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്തു, ജാതി വിവേചനത്തിനെതിരെ ചോദ്യം ചെയ്തു. പിന്നെ മതസഹിഷ്ണുത സാഹിത്യരംഗത്ത് കൂടുതൽ സ്ത്രീകൾ കടന്നു വന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്രയും പോയിന്റ്സ് ആയിട്ട് എഴുതി കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഓപ്ഷൻ ബി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, നായനാർമാരും ആഴ്വാർമാരുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തിരുമുറൈകൾ 4000 ദിവ്യപ്രബന്ധം. തിരുമുറൈകൾ 4000 ഇതാണ് ശരിയായിട്ടുള്ള ജോഡി, ദിവ്യപ്രബന്ധം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിനായി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏതെങ്കിലും 2
നിയമങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം. പിന്നെ ഏതാണ്? ബാലനീതി നിയമം. ഏതാണ്? ബാലനീതി നിയമം. പിന്നെയുമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ ആക്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ ആക്ട്. അത് വേണമെങ്കിലും എഴുതാം. ബി ക്വസ്റ്റ്യൻ, കുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ നിയമവിദഗ്ധയുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ. അപ്പോൾ നിയമങ്ങളെക്കുറിച്ച് ചോദിക്കാം, കുട്ടികൾ ഏതൊക്കെ മൗലിക അവകാശങ്ങളുണ്ടെന്ന് ചോദിക്കാം, എന്തൊക്കെ നിയമങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടെന്ന് ചോദിക്കാം, എന്തിനൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ പ്രധാന 2 സവിശേഷതകളാണ് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും. മൗലിക അവകാശങ്ങൾ പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മൗലിക കടമകൾ. വിശദീകരിക്കുക. അത് വിശദീകരിച്ച് മൗലിക അവകാശങ്ങൾ വിശദീകരിച്ച് എഴുതാനാണ് പറയുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് അല്ലേ? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. മൗലിക കടമകളോ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. മറ്റത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. പിന്നെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കായി മൗലിക അവകാശങ്ങളും കടമകളും എല്ലാവരും പാലിക്കേണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി, നവംബർ 26-ന് ഭരണഘടനാ ദിനമായി ത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന റാലിക്ക് വേണ്ടി ഭരണഘടനാ ധർമ്മങ്ങൾ ഉൾപ്പെടുത്തി 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ. അപ്പോൾ ഭരണഘടനയുടെ ഏതെങ്കിലും 2 ധർമ്മങ്ങളുടെ സവിശേഷതകൾ എഴുതിയിട്ട് പ്ലക്കാർഡ് തയ്യാറാക്കുക. ഇനി സി ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നത് വരെ പിന്തുടർന്ന് വന്ന നിയമസംഹിത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് 6ാമത്തത്, അരികുവൽക്കരണത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന 2 സന്ദർഭങ്ങൾ നിരീക്ഷിച്ചല്ലോ. നമുക്ക് എന്താ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു കുട്ടി വീൽ ചെയറിലിരിക്കുന്ന അവൾ പറയണം, ഞാൻ നിധി വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. മറ്റുള്ളവരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ എനിക്ക് കഴിയാറില്ല. മറ്റേ കുട്ടി പറയണം, ഞാൻ മറൂഫ, പാപ്പയും മായും ഞാനും അസം സ്വദേശികളാണ്. വർഷങ്ങളായി കേരളത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളും നിരീക്ഷിച്ച് ഇവ ഏത് തരത്തിലുള്ള അരികുവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ശാരീരികമായ അല്ലേ, ഫിസിക്കലി ശാരീരികമായ അരികുവൽക്കരണം. നെക്സ്റ്റ് എന്താണ്? സാമൂഹികമായ, സോഷ്യലി അല്ലേ, സാമൂഹികമായ അരികുവൽക്കരണം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഇത്തരം സന്ദർഭങ്ങളിൽ അരികുവൽക്കരണത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും? കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തോട് ഉൾച്ചേർക്കണം. അതുപോലെ ശാരീരിക പരിമിതി ഉള്ളവർക്ക് അനുയോജ്യമായ രീതിയിൽ അനുരൂപീകരണം നടത്തണം. അന്യസംസ്ഥാന ജനവിഭാഗങ്ങളും അവർ അധിവസിക്കുന്ന പ്രദേശങ്ങളും സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന ചിന്ത വളർത്തണം. അവസര സമത്വം സൃഷ്ടിക്കുക. അപ്പോൾ ഇത്തരം പോയിന്റ്സൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.